മത്സ്യാവതാരം. പ്രപഞ്ച നന്മയ്ക്കായി ഭഗവാൻ മഹാവിഷ്ണു സ്വീകരിച്ച അവതാരങ്ങളിലൊന്നാണ് മത്സ്യാവതാരം. മത്സ്യാവതാരം സംഭവിക്കുന്നത് 6-ാം മന്വന്തരത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്. ബ്രഹ്മാവ് നിദ്രയിലാണ്ട സമയം ലോകനന്മയ്ക്കായി അദ്ദേഹത്താൽ സൃഷ്ടിക്കപ്പെട്ട ചതുർവേദങ്ങളെ ഹയഗ്രീവൻ എന്ന ഒരു അസുരൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് ആ അസുരൻ വേദങ്ങളുമായി സമുദ്രത്തിനുള്ളിൽ ഒളിച്ചു വസിച്ചു. ദുഃഖിതനായ ബ്രഹ്മാവ് സംഭവിച്ച കാര്യങ്ങളെല്ലാം മഹാവിഷ്ണുവിനോട് പറഞ്ഞു. ദയാവാനായ ഭഗവാൻ ബ്രഹ്മദേവനെ സമാധാനിപ്പിക്കുകയും വേദങ്ങളെ താൻ വീണ്ടെടുത്ത് തന്നുകൊള്ളാം എന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. അക്കാലത്ത് സത്യവ്രതൻ എന്ന ഒരു സാത്വികനായ രാജാവുണ്ടായിരുന്നു. ദ്രാവിഡേശ്വരനായ അദ്ദേഹം ഒരു തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു. അദ്ദേഹം ജലപാനം മാത്രം ചെയ്ത് വിഷ്ണു ഭഗവാനെ ആരാധിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ രാജർഷി കൃതമാലാ നദിയിൽ തർപ്പണം നടത്തവേ നദീജലത്തിനൊപ്പം ഒരു ചെറിയ മീൻകുഞ്ഞും കൈക്കുമ്പിളിൽ കയറി വന്നു. ദയാവാനായ അദ്ദേഹം ആ മീൻകുഞ്ഞിനെ ജലത്തിനൊപ്പം തിരിച്ച് നദിയിലേക്ക് ഒഴുക്കിവിടാനൊരുങ്ങി. അപ്പോൾ ആ മത്സ്യക്കുഞ്ഞ് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ കരുണ നിറഞ്ഞ മഹാരാജൻ, സ്വജാതികളെ തന്നെ ഭക്ഷിക്കുന്ന ജലജന്തുക്കളിൽ ഭയപ്പെടുന്ന എന്നെ ഇനിയും ഈ നദിയിൽ ഉപേക്ഷിക്കുന്നതെന്തിനാണ്? എന്നെ രക്ഷിച്ചാലും. ആ കുഞ്ഞു മത്സ്യത്തിന്റെ ഭയവിഹുലമായ ശബ്ദം ശ്രവിച്ച രാജർഷി അതിനെ തന്റെ കമണ്ഡലുവിലാക്കി വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആശ്ചര്യം! ഒറ്റ ദിവസം കൊണ്ട് ആ മത്സ്യം വളർന്ന് കമണ്ഡലുവിൽ ഒതുങ്ങാതെയായി. അപ്പോൾ മത്സ്യം രാജാവിനോട് അപേക്ഷിച്ചു: രാജൻ, എനിക്ക് ഇതിൽ സഞ്ചരിക്കാൻ പ്രയാസമാകുന്നു. അങ്ങ് എനിക്ക് സഞ്ചരിക്കത്തക്ക രീതിയിൽ മറ്റെവിടെങ്കിലും സൗകര്യപ്പെടുത്തി തന്നാലും. ഇത് കേട്ട മഹാരാജാവ് ഒരു കുട്ടകം വരുത്തുകയും അതിൽ ജലം നിറച്ച് മത്സ്യത്തെ അതിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ആ മത്സ്യമാകട്ടെ രാജാവിനെ അതിശയിപ്പിക്കും വിധം മുഹൂർത്ത നേരം കൊണ്ട് വളർന്നു വലുതായി. ഇത് കണ്ട രാജാവ് മത്സ്യത്തെ ഒരു തടാകത്തിലേക്ക് മാറ്റി. ഒറ്റ ദിവസം കൊണ്ട് 100 യോജന വിസ്താരമുള്ള തടാകം മുഴുവനും വ്യാപിക്കുവാൻ തക്ക വലിപ്പത്തിൽ മത്സ്യം വളർന്നു വലുതായി. അതിനുശേഷം വിഹരിക്കാൻ ക്ഷയിക്കാത്ത ജലമാകുന്ന കളിസ്ഥലം വേണമെന്ന ആ മത്സ്യത്തിന്റെ അപേക്ഷ മാനിച്ച് വലിപ്പമേറിയ ആ മത്സ്യത്തെ ജലാശയങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടേയിരുന്നു. എവിടെയും ഒതുങ്ങാതെ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന ആ മത്സ്യത്തെ അവസാനം സമുദ്രത്തിൽ നിക്ഷേപിക്കാൻ രാജാവ് തീരുമാനിച്ചു. അപ്പോൾ മത്സ്യം വീണ്ടും രാജാവിനോട് പറഞ്ഞു: സമുദ്രത്തിൽ വിടുകയാണെങ്കിൽ ബലവാന്മാരായ മകരമത്സ്യങ്ങൾ എന്നെ ഭക്ഷിക്കും. എനിക്ക് സുരക്ഷാ സൗകര്യങ്ങൾ ചെയ്തു തരേണ്ടി വരും. അതുണ്ടായില്ലെങ്കിൽ എന്റെ പ്രാണൻ നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള മത്സ്യത്തിന്റെ വാക്കുകൾ ശ്രവിച്ച രാജാവ് ചോദിച്ചു: അങ്ങ് വാസ്തവത്തിൽ ആരാണ്? ഈ മത്സ്യരൂപം ധരിച്ച് എന്തിനാണ് എന്നെ ഭ്രമിപ്പിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അങ്ങ് ജലത്തിൽ ശയിക്കുന്ന ഭഗവാൻ നാരായണനാണെന്നാണ്. അങ്ങ് എനിക്ക് ആത്മോപദേശം നൽകിയാലും. അപ്പോൾ സന്തുഷ്ടനായ ഭക്തവത്സലനായ ഭഗവാൻ വിഷ്ണു രാജാവിന് തന്റെ സ്വരൂപം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അരുളി ചെയ്തു: രാജൻ, ഇന്നേക്ക് 7-ാം ദിവസം മഹത്തായ പ്രളയം ഉണ്ടാകുന്നതാണ്. ആ പ്രളയത്തിൽ ഭൂമി, അന്തരീക്ഷം എല്ലാം തന്നെ മുങ്ങുന്നതാണ്. അപ്പോൾ എന്റെ ഇച്ഛയാൽ സമുദ്രത്തിൽ അതിവിസ്താരമുള്ള ഒരു കപ്പൽ വരുന്നതാണ്. അങ്ങ് സകല ഔഷധികളും ബീജങ്ങളും എടുത്ത് ആ കപ്പലിൽ പ്രവേശിക്കണം. ആ കപ്പലിനുള്ളിൽ സപ്തർഷികൾ ഉണ്ടായിരിക്കുന്നതാണ്. അവരിൽ നിന്നും പുറപ്പെടുന്ന ബ്രഹ്മതേജസ് അന്ധകാരത്തെ അകറ്റാൻ തക്ക പ്രകാശമായി പ്രശോഭിക്കുന്നതാണ്. ആ പ്രളയജലത്തിൽ ആടിയുലയുന്ന കപ്പലിനെ അവിടെ എത്തുന്ന വാസുകി എന്ന സർപ്പത്തെ കൊണ്ട് എന്റെ കൊമ്പിൽ കെട്ടണം. നിങ്ങളുമായി ഞാൻ ആ പ്രളയജലത്തിൽ നീന്തിത്തുടിക്കും. അങ്ങയ്ക്ക് തത്വോപദേശം ഞാൻ അപ്പോൾ തരുന്നതാണ്. ഇത്രയും പറഞ്ഞ് മത്സ്യമൂർത്തിയായി അവതരിച്ച ഭഗവാൻ മഹാവിഷ്ണു അപ്രത്യക്ഷനായി. ഭഗവാന്റെ ആജ്ഞ സ്വീകരിച്ച രാജാവ് നദീതീരത്ത് ദർഭ വിരിച്ച് പ്രാർത്ഥനയോടെ ദിവസങ്ങൾ എണ്ണി പ്രളയം വരുന്നതും പ്രതീക്ഷിച്ചിരുന്നു. 7-ാം ദിവസം കാറ്റും കോളും മഴയുമുണ്ടായി. ഭീകരമായ പ്രളയത്തിനൊപ്പം ഒരു വലിയ കപ്പൽ അവിടേക്ക് എത്തുകയും രാജാവ് ഔഷധികളും ബീജങ്ങളുമായി അതിൽ പ്രവേശിക്കുകയും ചെയ്തു. ആ കപ്പലിൽ സപ്തർഷികളും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും വാസുകിയെ കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒറ്റ കൊമ്പുള്ളതും സ്വർണ്ണ നിറത്തോടു കൂടിയതും 1,00,000 യോജന വലിപ്പമുള്ളതുമായ മത്സ്യമൂർത്തിയെയും ദർശിക്കാൻ കഴിഞ്ഞു. നേരത്തെ ഭഗവാൻ അരുളി ചെയ്തതനുസരിച്ച് പ്രഭ ചൊരിയുന്ന മത്സ്യമൂർത്തിയുടെ കൊമ്പിൽ വാസുകിയെ കയറാക്കി കപ്പലിനെ ബന്ധിച്ചു പ്രാർത്ഥിച്ചു. ചതുർയുഗ പരിമിതമായ ബ്രഹ്മാവിന്റെ രാത്രി കഴിയുന്നതുവരെ ഭഗവാൻ മത്സ്യമൂർത്തി
അവരെ പ്രളയജലത്തിൽ നിന്നും രക്ഷിച്ചു. അതോടൊപ്പം തന്നെ ഭഗവാൻ സത്യവ്രത രാജാവിന് ആത്മോപദേശം നൽകി അനുഗ്രഹിച്ചു. ഭഗവാൻ സമുദ്രാന്തർഭാഗത്ത് വേദങ്ങളുമായി ഒളിച്ചു വസിച്ചിരുന്ന ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ച് തന്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി. വേദങ്ങൾ അസുരനിൽ നിന്നും വീണ്ടെടുത്ത് സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന ബ്രഹ്മദേവനെ തിരികെ ഏൽപ്പിച്ചു. അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ നിലനിർത്തി. ഇപ്പോഴത്തെ മഹാകൽപ്പത്തിൽ സത്യവ്രതൻ സൂര്യദേവന്റെ പുത്രനായ ശ്രാദ്ധദേവനായി ജനിച്ചു. ഈ ശ്രാദ്ധദേവനാണ് മാനവരുടെ ആദ്യപിതാവായ വൈവസ്വത മനു എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ജന്മം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ അടുത്ത ജന്മത്തിലും അനുഭവിക്കാൻ കഴിയും എന്നതിനുള്ള പ്രമാണം കൂടിയാണ് ഈ കഥ. പ്രളയം ലൗകിക ജീവിതങ്ങളെയും അസുരൻ ഭൗതിക മോഹത്തെയും, വേദങ്ങൾ വീണ്ടെടുക്കുക എന്നാൽ ലൗകിക ബന്ധങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മനുഷ്യ മനസ്സിനെ ബ്രഹ്മത്തിലേക്ക് നയിക്കുക എന്നും സാരം. ജീവൻ ജലത്തിൽ ഉത്ഭവിച്ച് പരിണാമ പ്രക്രിയയിലൂടെ പൂർണ്ണതയിലെത്തുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് മത്സ്യാവതാരം. ചെറുതായ മത്സ്യത്തിന്റെ വളർച്ച ജ്ഞാനബീജത്തിന്റെ വളർച്ച തന്നെയാണ്. കപ്പൽ ഭേദചിന്തയില്ലാത്ത ജ്ഞാനമാണ്. വാസുകി ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെയും. സത്യത്തിലുറച്ച സത്യവ്രതന് പ്രപഞ്ച സത്യമായ ഭഗവാന്റെ ദർശനം ലഭിക്കുന്നു. ഇവയൊക്കെ ഈ കഥയിലെ തത്വാംശങ്ങളാണ്.